കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് വിട നൽകി നാട്. സാജൻ ജോർജ്, ലൂക്കാസ് സാബു, അനീഷ് കുമാർ, ആകാശ് നായർ എന്നിവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. CPIM വിതയ്ക്കുന്നതാണ് BJP കൊയ്യുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIM നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ BJPക്ക് ഗുണം ചെയ്തു. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് എന്ന പ്രചാരണം തമാശ. ആലപ്പുഴയിൽ പാർട്ടി വേദി വിട്ടിറങ്ങി G സുധാകരൻ. പരിപാടി വൈകിയതിൽ ക്ഷോഭിച്ചാണ് ഇറങ്ങിപ്പോക്ക്. നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. തൃശൂരിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി. ഇന്ദിരാഗാന്ധി ഭാരത മാതാവെന്നും കരുണാകരൻ ഗുരുവെന്നും പ്രതികരണം. തൃശൂർ ലൂർദ് പള്ളിയിലെത്തി മാതാവിന്റെ പ്രതിമയിൽ സ്വർണ്ണക്കൊന്ത ചാർത്തി. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. തൃശൂരിലും പാലക്കാട്ടും നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം. നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ED. നടപടി മഞ്ഞുമ്മൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ. പറവ ഫിലിംസ് കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതം. യൂറോ കപ്പിൽ 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലൻഡിനെ നേരിടും. സ്പെയിൻ ക്രൊയേഷ്യ പോരാട്ടവും ഇന്ന്. 2020 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യക്കെതിരാളികൾ കാനഡ.